ഗുഡ് മോർണിംഗ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ചൈനീസ് പാരമ്പര്യ വൈദ്യമായ അക്യുപഞ്ചർ ചികിത്സ എന്നുള്ളത്. ധാരാളം സംശയങ്ങൾ നിലനിൽക്കെ ഇന്നത്തെ IHA ചാനലിൻ്റെ അതിഥി കേരളത്തിലെ പ്രശസ്തനായ അക്യുപഞ്ചർ ചികിത്സകനും ഓറിയൻ്റൽ അക്കാഡമി ചെയർമാനും ഇന്ത്യൻ അക്യുപഞ്ചർ ഹോളിസ്റ്റിക് ആൻഡ് അക്കാഡമി ഓണറുമായ ശ്രീ ഉമ്മർ ഗുരുക്കൾ കോട്ടക്കലാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ, വെൽക്കം ടു IHA പ്രോഗ്രാം. സാർ, ഇന്ന് കേരളത്തിൽ അക്യുപഞ്ചർ ചികിത്സയുടെ പേരിൽ ഒരുപാട് സംശയങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാനാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. സന്തോഷം സാർ, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏതൊരു അവയവത്തെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന, ഏതൊരു ചെറിയ രോഗത്തെയും അല്ലെങ്കിൽ വലിയ രോഗത്തെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന വലിയൊരു ചികിത്സാ ശാസ്ത്രമാണ് അലോപ്പതി മെഡിസിൻ എന്നുള്ളത്. ഈ ഒരു വൈദ്യശാസ്ത്രം നിലനിൽക്കെ അക്യുപഞ്ചർ ചികിത്സ എന്നുള്ള ഈ ഒരു ചൈനീസ് പാരമ്പര്യ വൈദ്യത്തിന് എന്താണ് പ്രസക്തി, എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ? നല്ലൊരു ചോദ്യമാണ്. ധാരാളം ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ട്. ശരിക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമല്ല ശരിക്ക് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ടെക്നോളജി ആകെ മാറിയിട്ടുണ്ട്. ലോകത്ത് എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കൃഷിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൃഷി പഴയകാലത്തെ കൃഷി രീതിയല്ല ഇന്നത്തെ കൃഷി. അതുപോലെ വാഹനങ്ങളുടെ കാര്യത്തിൽ, ജീവിത രീതിയുടെ കാര്യത്തിൽ, നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ടെക്നോളജിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ആധുനിക വൈദ്യശാസ്ത്രം മാറിയിട്ടുണ്ട്. അതുപോലെ മറ്റ് വൈദ്യശാസ്ത്രങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത് അക്യുപങ്ചർ എന്ന് പറയുന്നത് കൂർത്ത കല്ലുകൾ, അതുപോലെ മത്സ്യങ്ങളുടെ മുള്ളുകൾ, വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ മുള്ളുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ കൊണ്ട് ആയിരുന്നു അക്യുപഞ്ചർ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അക്യുപഞ്ചറിൽ ധാരാളം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും ഈ ആധുനിക കാലത്ത് അക്യുപഞ്ചർ ചെയ്യുന്നത് ന്യൂറോ അക്യുപഞ്ചർ സിസ്റ്റം, ഫേഷ്യൽ അക്യുപങ്ചർ, ഇലക്ട്രോ അക്യുപങ്ചർ തുടങ്ങിയിട്ടുള്ള ഏറ്റവും ആധുനികമായ രീതിയിലാണ് ഇന്ന് അക്യുപഞ്ചർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്നലത്തെ ഒരു ന്യൂസിൽ കണ്ടു, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് ഇനി കൊടുക്കരുത് എന്നുള്ളത്. കഫ് സിറപ്പിൻ്റെ ചികിത്സ എന്താണത്? ധാരാളം കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുത്ത് ധാരാളം പ്രയാസങ്ങൾ നേരിട്ടു എന്ന് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഫ് സിറപ്പ് നിരോധിക്കുന്നു, അല്ലെങ്കിൽ കഫ് സിറപ്പ് കൊടുക്കരുതെന്നുള്ള നിയമം വന്നിരിക്കുന്നു. ഇതുപോലെ നമുക്കറിയാം, ധാരാളം ആധുനികമായ ചികിത്സയുടെ ഫലമായി ഒരുപാട് ഉയർച്ചയുണ്ടെങ്കിലും അതിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുമുണ്ട്, പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ ഇന്ന് ആധുനിക മനുഷ്യന് ആവശ്യമുള്ള രീതി എന്തെന്നാൽ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞിട്ടുള്ള ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അക്യുപങ്ചറാണ്. പിന്നെ മറ്റൊന്നുള്ളത്, എല്ലാവർക്കും ചികിത്സ ലഭ്യമാകണം. ആധുനിക ചികിത്സക്കും മറ്റ് ചികിത്സാ രീതികൾക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ചിലവേറിയ ചികിത്സകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞ ചികിത്സ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അക്യുപങ്ചറാണെന്നുള്ളത്. അപ്പോൾ ചിലവ് കുറഞ്ഞതും എന്നാൽ യാതൊരു പാർശ്വഫലങ്ങളില്ലാത്തതും എന്നാൽ അത്ഭുതങ്ങളായ റിസൾട്ടുകൾ, ഫലങ്ങൾ ഉള്ളതുമായ ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ. അപ്പോൾ എന്തുകൊണ്ടും ഇന്ന് അക്യുപങ്ചർ എന്നുള്ളത് അനിവാര്യമായ ചികിത്സയാണ് ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിനും മറ്റെല്ലാ ചികിത്സാ രീതികളും ഉണ്ടെങ്കിലും ഇന്ന് അക്യുപങ്ചർ ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള ചികിത്സ തന്നെയാണ്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചകളുണ്ടായി. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ മരണങ്ങൾ സംഭവിക്കുന്നു അക്യുപങ്ചറിൻ്റെ പേരിൽ. പ്രസവങ്ങളിൽ മരണങ്ങൾ സംഭവിക്കുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച കുഞ്ഞിന് ചികിത്സ നിഷേധിക്കപ്പെട്ടെന്ന് പറയുന്നു, അത് കാരണം മരണങ്ങൾ സംഭവിക്കുന്നു. ഇത്തരം സംഭവങ്ങൾക്ക് അക്യുപങ്ചറിൻ്റെ പങ്ക് എന്താണ്? ഇങ്ങനൊരു പ്രചാരണം ശരിക്കും നടക്കുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. ഇതിന് അക്യുപഞ്ചറിൽ മരണം,
അല്ല, അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എന്നൊക്കെയാണ് ആഹ്, ഇന്ന് പല ആളുകളും പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ ജനിച്ചാൽ മരിക്കുമെന്നുള്ളതും മരിക്കണ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ മരണങ്ങളൊക്കെ നിസ്സാരപ്പെടുത്തുകയല്ല, അതിൻ്റെ വസ്തുതകൾ നമുക്കൊന്ന് പഠിക്കണം. ഓരോ വിഷയങ്ങളും വ്യത്യസ്തമാണ്. ഓരോ ഇൻസിഡൻറ്റുകൾ ഉണ്ടായത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ വലിയ പ്രചാരണം ഇതിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് ഒരു മായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞും അമ്മയും മരിച്ചത്. അതുപോലെ കോട്ടയത്തിലൊരു മരണം. അതുപോലെ എനിക്ക് തോന്നുന്നു കാടാമ്പുഴ, ഈ മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് പ്രദേശത്ത്, ഇങ്ങനെ 2-3 മരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ഉണ്ടായിട്ട് അതിൽ 2 മരണങ്ങൾ. ഒന്ന്, ഈ ചട്ടിപ്പറമ്പിലുള്ള ഒരു ഉസ്താദിൻ്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കോട്ടയത്ത് ഒരു പാസ്റ്ററുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും എന്താ വെച്ചാൽ മതപരമായ വിശ്വാസപരമായ ചില കാര്യങ്ങളിൽ അവർക്ക് ഞങ്ങളുടെ വിശ്വാസം ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. ഒരുപാട് ആളുകൾക്ക് അത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രസവിക്കുകയാണ്. ഉസ്താദിൻ്റെ, ചട്ടിപ്പറമ്പിലെ ഉസ്താദിൻ്റെ ഭാര്യയും അത് തന്നെയാണ്. അവർ കുടുംബം തീരുമാനിച്ചതാണ് വീട്ടിൽ പ്രസവിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ ചട്ടിപ്പറമ്പിലും ഈ പാസ്റ്ററുടെ ഭാര്യ കോട്ടയത്തും ഇതാണ് സംഭവിച്ചത്. അത് എന്തുകൊണ്ടാണ്? അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അനുഭവം? അവർക്ക് വീട്ടിലായിരുന്നു അവർ മുമ്പും പ്രസവിച്ചിരുന്നത്. അവർക്ക് അപകടം ഉണ്ടായിട്ടില്ല. അപ്പോൾ അപകടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പ്രസവിച്ചിട്ടുണ്ട്. ഇനി മറ്റ് 1-2 പ്രസവവുമായി ബന്ധപ്പെട്ട് ചർച്ച, അവർ അക്യുപഞ്ചർ പഠിച്ചു അല്ലെങ്കിൽ അക്യുപഞ്ചറിൻ്റെ ക്ലാസ്സിൽ കുറച്ച് കാലം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാരണത്താൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടതില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പൊതുവെ അക്യുപഞ്ചറിസ്റ്റുള്ള കാഴ്ചപ്പാട് എന്തെന്നാൽ, ഈ പ്രസവവും ഗർഭം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു രോഗമേ അല്ല. അതൊരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണ്. ഗർഭമുണ്ടാകുന്നു, പ്രസവിക്കുന്നു എന്നുള്ളത്. എന്നാൽ ആ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഒരു സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളും അതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളും കൂടെ വേണമെന്നുള്ളത്. പഴയ കാലത്ത് അതുണ്ടായിരുന്നു. ഇന്ന് ആളുകൾക്ക് അതിനുള്ള അറിവ്, എക്സ്പേർട്ട് കുറവാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ആശുപത്രിയിൽ പോകുന്നതും അവിടെ പ്രസവത്തിന് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇപ്പോഴും കുറച്ചാണെങ്കിലും ധാരാളം വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ എതിർക്കുകയോ അല്ല ചെയ്യുന്നത്. അത് അതിൻ്റെ ഭാഗത്ത് നടക്കും. പക്ഷേ ഇത് അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്കിതിൽ കൃത്യമായിട്ടുള്ള നമുക്ക് നിലപാടുകളുണ്ട്. ഇതിന് 2 ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്യുപങ്ചറിൽ പ്രസവ ചികിത്സയുണ്ടോ? പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയോ, ഗർഭിണിയായിരിക്കെ ഒരു സ്ത്രീക്ക് വേണ്ട ശുശ്രൂഷയോ അല്ലെങ്കിൽ അനുബന്ധമായ രീതികളോ ഉണ്ടോ അക്യുപഞ്ചറിൽ? അക്യുപങ്ചറിലല്ല പ്രസവം ഉള്ളത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് പ്രസവം എന്നുള്ള സ്വാഭാവികമായ പ്രതിഭാസമാണ്. അതിന് സൗകര്യങ്ങൾ വേണം, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളും വേണം. അത് ഇന്ന് നിലവിലുള്ളത് മോഡേൺ ആശുപത്രിയിലാണ്. പക്ഷേ ഇവിടെ ഒരുപാട് സ്ത്രീകൾ ആശുപത്രിയിൽ പോകാൻ മടിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു സ്ത്രീയോട് ചോദിച്ചാലും അതറിയാം. ഞങ്ങൾ ആശുപത്രിയിൽ പോയി പ്രസവിക്കാൻ ഭയമാണ്, അല്ലെങ്കിൽ മടിയാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സിറ്റുവേഷൻസ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ തന്നെ ഭീതികമായ ഒരു സാഹചര്യമാണെന്നാണ് പല സ്ത്രീകളും പറയുന്നത്. വിദേശത്തൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ആ സാഹചര്യം ഉണ്ടാക്കണം. സ്ത്രീകൾക്കുള്ള ഭീതി എന്തുകൊണ്ടാണ് പഠിച്ച് അതിന് ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്, അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ അക്യുപഞ്ചർ എന്നല്ല, ഏതൊരു ചികിത്സകനും ഇത്തരം ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ വേണം. അതല്ലാതെ വീട്ടിൽ പ്രസവിച്ചോളൂ, ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. സാധാരണ അങ്ങനെ ആരും പറയലില്ല എന്നാണ് എൻ്റെ ധാരണ. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ സാഹചര്യം പഠിച്ച് മനസ്സിലാക്കി അത് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള, ഭീതിയില്ലാത്ത, ഒരു സ്വതന്ത്രമായ, ഒരു സന്തോഷമായ ഒരു സാഹചര്യം ആശുപത്രി സൃഷ്ടിക്കണം. ആ പ്രയാസങ്ങൾ മാറിയാൽ ആളുകളൊക്കെ ഭീതിയില്ലാത്ത സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭീതിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റാരെങ്കിലും വേറൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും 2 ഭാഗമാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും മറ്റുള്ളവർ ആളുകളോട് വെറുതെ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് ധൈര്യം കൊടുക്കുകയിൽ നിന്നും
മാറി നിൽക്കുകയും നല്ലൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിലവിൽ അക്യുപങ്ചറിൽ പ്രസവത്തിന് എന്തെങ്കിലും ചികിത്സാ സംവിധാനങ്ങളുണ്ടോ? അക്യുപങ്ചർ എന്നല്ല, എല്ലാ പാരമ്പര്യ ശാസ്ത്രത്തിലും ജീവിത രീതിക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ഉണ്ട്, സിദ്ധവൈദ്യത്തിലുണ്ട്, അതുപോലെ അക്യുപങ്ചർ എല്ലാ പാരമ്പര്യ ശാസ്ത്രത്തിലും പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷ എല്ലാം ഉണ്ട്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ അതിന് സൗകര്യങ്ങൾ ഒരുക്കുന്നത്, പ്രത്യേകിച്ചും സർക്കാർ തലങ്ങളിലുള്ള നിയമങ്ങളും അതുപോലുള്ള പ്രോട്ടോക്കോളുകളും സാഹചര്യങ്ങളൊക്കെ ഉള്ളത് മോഡേൺ സയൻസ് ഉള്ള അലോപ്പതി ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലത്ത് അത് സൗകര്യങ്ങളില്ല. അപ്പോൾ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ എല്ലാ വൈദ്യശാസ്ത്രത്തിൽ പോയാൽ തന്നെ അക്യുപഞ്ചറിൽ അതിന് കൃത്യമായ അഡ്വൈസ് ഉണ്ട്, അത് എല്ലാറ്റിലും. പക്ഷേ എന്ന് വെച്ച് അക്യുപഞ്ചർ ക്ലിനിക്കുകൾ ആരും പ്രസവം എടുക്കുന്നില്ല. ഇന്ന് വരെ അക്യുപഞ്ചർ ക്ലിനിക്കുകളിൽ പ്രസവം എടുത്തൊരു അനുഭവം കേരളത്തിൽ ഇല്ല. അങ്ങനെ ഇതുവരെ നമ്മൾ കേട്ടിട്ടുമില്ല. സർ, ഈ ചികിത്സാ രീതി അന്ധവിശ്വാസമാണോ ശരിക്കും? എന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ? ശരിക്ക് ഇതും ചില ആളുകളെ ഒരു സംശയങ്ങളാണ്. ഇതൊരു അന്ധവിശ്വാസമാണോ എന്നുള്ളത്. ശരിക്കിത് കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്, ഒരു സയൻസ് തന്നെയാണ്. ഇപ്പോൾ ഇത് അക്യുപഞ്ചറിന് മാത്രമുള്ള ഒരു പരിഹാസമല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു പരിഹാസമാണ്. ഇത് കറക്റ്റായിട്ട് സയൻസ് അല്ല, അത് സൂഡോ സയൻസാണ്, ഇത് അശാസ്ത്രീയമാണ്, ഇത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ. ഹോമിയോപ്പതിക്ക് ഉള്ള ഒരു കമൻ്റ് ഇതാണ്, ഒരു ഹോമിയോപ്പതി ഇത് സൂഡോ സയൻസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തെക്കുറിച്ചും അശാസ്ത്രീയ ചികിത്സ രീതി എന്ന് പറയാറുണ്ട്. ഈ യുനാനി ശാസ്ത്രത്തെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ശാസ്ത്രീയ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ എന്ന ഒരു ധാരണയുള്ള ആളുകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആയുർവേദം നമുക്കറിയാം, ചതുർവേദങ്ങളുടെ ഒന്നായ അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. ആയുർവേദം ശരിക്ക് ഇവിടെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു മെഡിക്കൽ സയൻസ് അല്ല ശരിക്ക് ആയുർവേദം എന്നുള്ളത്. അത് ആയുർവേദത്തിൻ്റെ പോരായ്മയല്ല, ആയുർവേദത്തിൻ്റെ ഗുണമേന്മയാണ്. കാരണം മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല എന്നുള്ളതും അതിന് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചികിത്സകളാണ് ഇത്തരം ചികിത്സകളൊക്കെ. അതിന് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ പല കാര്യങ്ങളും ഇപ്പോഴാണ് സ്റ്റഡി നടക്കുന്നത്. അക്യുപഞ്ചറും അങ്ങനെ തന്നെയാണ്. അക്യുപഞ്ചർ ഒരു ചൈനീസ് പാരമ്പര്യ വൈദ്യശാസ്ത്രമാണ്. ഇന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന രണ്ടാമത്തെ വൈദ്യശാസ്ത്രം അത് അക്യുപങ്ചറാണ്. അപ്പോൾ സയൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയെടുത്ത ചികിത്സാ രീതിയല്ല ഒരു പാരമ്പര്യ വൈദ്യശാസ്ത്രവും. എന്നാൽ ആ കാരണത്താൽ ഇത് അവഗണിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ നൂറ്റാണ്ടുകളായി, സംവത്സരങ്ങളായി ഉപയോഗിച്ച് വരുന്നതും ഏറ്റവും ഫലമുള്ളതുമായ ഒരു വൈദ്യശാസ്ത്രം ഇന്ന് കാത്തു സൂക്ഷിക്കാൻ സയൻസിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അനിവാര്യമാണ് അത് എന്ന് നമുക്കറിയാം. നടന്നുകൊണ്ടിരിക്കുന്നു, ലോകത്ത് വിവിധ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരിക്കലും ഒരു സൂഡോ സയൻസ് എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് കൃത്യമായിട്ടുള്ള ഒരു സയൻസാണ്. ഇത് സയൻസ് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സാർ, ഇതിൽ ശരിക്കും ഏതൊരു വൈദ്യശാസ്ത്രത്തിലും എക്സ്പെഷ്യലി ഇപ്പോൾ ഉള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ പഠനങ്ങൾ ധാരാളം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ രോഗങ്ങളെക്കുറിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ റിസർച്ചുകളും നടക്കുന്നുണ്ട്, അതിൻ്റെ തെളിവുകളുമായി പിന്നീട് അതിൻ്റെ പുരോഗമനങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ അക്യുപങ്ചറിൽ പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പുരാതന ചികിത്സ മാത്രമാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അക്യുപങ്ചർ എന്നുള്ളത് ഒരു പരമ്പരാഗതമായ വൈദ്യശാസ്ത്രമാണ്. എല്ലാ പാരമ്പര്യ ശാസ്ത്രത്തിനും പ്രത്യേകിച്ച് ഒരു രോഗത്തെ ഫോക്കസ് ചെയ്യല്ല ചെയ്യുന്നത്. ഒരു രോഗത്തെയും ഫോക്കസ് ചെയ്ത് രോഗത്തിനല്ല ശരിക്കും പാരമ്പര്യ ചികിത്സകളൊക്കെ ചെയ്യുന്നത്, രോഗിയെയാണ്. രോഗിയെ ചികിത്സിക്കുമ്പോൾ ആ രോഗിക്കുണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളുണ്ട് ശരീരത്തിൽ. ഇപ്പോൾ ദഹന വ്യവസ്ഥ, അതുപോലെ ശ്വസന വ്യവസ്ഥ, രക്തചംക്രമണ വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, അങ്ങനെ ധാരാളം വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ തന്നെ നമ്മളെ ശരീരത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ നടക്കുന്ന വ്യവസ്ഥകളാണ്, ശരീരത്തിൻ്റെ ടോട്ടലി പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ പല കാരണത്താൽ അത് ബ്ലോക്കാവും, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെയാവും. അത് ചെയ്യാതെയാകുമ്പോൾ പല വിധത്തിലുള്ള പല സ്ഥലങ്ങളിൽ വേദനകൾ, അതുപോലെ കളർ ചേഞ്ചുകൾ, വീക്കങ്ങൾ, അസ്വസ്ഥതകൾ, മൂവ് ചെയ്യാൻ കഴിയാത്ത, ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തലവേദന ഉണ്ടാകുന്ന ഒരാൾക്ക്, തലവേദന ഉണ്ടാകുമ്പോൾ
ഇവർക്ക് ഏതാണ് രോഗമെന്ന് നോക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ രീതിയിലല്ല. ഓരോ പാരമ്പര്യ ശാസ്ത്രത്തിനും ഓരോ രീതിയാണ്. ആ രീതി നോക്കിയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുള്ള ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ തലവേദനയ്ക്കുള്ള ചികിത്സ അല്ല ചെയ്യുന്നത്. ഈ ശരീരത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഏത് ഭാഗമാണ്, ഏത് സിസ്റ്റമാണ്, ഏത് അവയവമാണെന്ന് പരിശോധിച്ച് അതിനെ കൃത്യമാക്കിയാൽ ആ രോഗാവസ്ഥ മാറും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. പിന്നെ ആധുനികമായി പറഞ്ഞാൽ ഇപ്പോൾ ജീവിതശൈലി ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുക നമ്മൾ. അതിനെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ അക്യുപഞ്ചറിൽ സ്റ്റഡി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബേസ് വ്യത്യാസം ഉണ്ടാവും. അലോപ്പതിയിലുള്ള പഠനങ്ങളല്ല അക്യുപഞ്ചറിലുള്ളത്. അക്യുപഞ്ചറിലുള്ള പഠനങ്ങളല്ല ആയുർവേദത്തിലുള്ള എല്ലാ വൈദ്യശാസ്ത്ര പഠനമുള്ള പോലെ തന്നെ അക്യുപഞ്ചർ ധാരാളമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ശരിക്കും അക്യുപഞ്ചർ ചികിത്സാ രീതി പലയിടങ്ങളിലായി കേൾക്കാൻ സാധിക്കുന്നു. 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിച്ചാൽ മതി. ഇത്തരം വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് പഠിച്ചിട്ട് ഒരു ഒരു ഹ്യൂമൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ചികിത്സാ രീതിയാണോ? യഥാർത്ഥത്തിൽ അത് ശരിയാണോ? അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വൈദ്യശാസ്ത്രത്തിൻ്റെ പഠന കാലാവധി നിർണ്ണയിക്കുന്നത് ഓരോ രാജ്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ MBBS പോലെ, ഇവിടുത്തെ BAMS പോലെ 4.5 വർഷത്തെ കോഴ്സ്, 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളുണ്ട്. അത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്, ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളാണ്. നമുക്ക് ഇവിടെ 2 ആഴ്ച കൊണ്ട് 1 ആഴ്ച കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് അത് കള്ളപ്രചരണങ്ങളാണ്. അത് ഇതിൻ്റെ വിരോധികൾ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് പഠിച്ചാൽ തീരുന്ന ഒരു വിഷയമല്ല അക്യുപഞ്ചർ. പ്രത്യേകിച്ച് ഏത് വൈദ്യശാസ്ത്രം അങ്ങനെ തന്നെയാണ്. ധാരാളം ഇപ്പോൾ 4 വർഷം പഠിച്ചവർ പിന്നെ ഹയർ കോഴ്സുകളൊക്കെ എടുക്കുന്നു, MD എടുക്കുന്നു, PG എടുക്കുന്നു, അങ്ങനെ ഒരുപാട് കോഴ്സുകളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ അക്യുപഞ്ചറും വലിയൊരു ശാസ്ത്രമാണ്. അതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് പഠിക്കാൻ കഴിയില്ല. പക്ഷേ കൃത്യമായൊരു കാലാവധി നിർണ്ണയിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ വിഷയത്തിൽ പഴയ കാലത്ത് ഉദാഹരണം പറഞ്ഞാൽ ഇവിടുത്തെ ഹോമിയോപ്പതി, ഇവിടുത്തെ ആയുർവേദം ഒക്കെ തന്നെ ഒരു 1 ഇയർ കോഴ്സായിരുന്നു അതിൻ്റെ. DAM എന്ന ഡിഗ്രി 1 ഇയർ ഡിപ്ലോമ ആയിരുന്നു ആയുർവേദത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അക്യുപഞ്ചറിന്, ഇപ്പോൾ മറ്റുള്ള സയൻസിന് അഥവാ ആയുർവേദത്തിന്, യുനാനിക്ക്, ഹോമിയോപ്പതിക്കൊക്കെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അക്യുപഞ്ചറിന് മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പഠന കാലയളവ് ഇതുവരെ കൃത്യമായി നിർണ്ണയിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ ഇതിന് കൗൺസിൽ നിലവിൽ വന്നിട്ടുണ്ട്. അത് ഒന്ന് വെസ്റ്റ് ബംഗാളിലും ഒന്ന് മഹാരാഷ്ട്രയിലുമാണ്. അവിടുത്തെ സർക്കാരുകൾ അതിന് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള കാലാവധി ഇപ്പോൾ 2 വർഷമാണ്. കഴിഞ്ഞ വർഷം വരെ അത് 1 വർഷമായിരുന്നു. ഇപ്പോൾ അത് 2 വർഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 വർഷ കോഴ്സുണ്ട്, 2 വർഷത്തെ കോഴ്സുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ നടത്തുന്നത് കോട്ടക്കലൊക്കെ ഇതിൻ്റെ കോഴ്സുകൾ നടത്തുന്നത് 3 വർഷത്തെ കോഴ്സാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സാഹചര്യം അനുസരിച്ചൊക്കെ ഒരു കാലയളവുണ്ട്. 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടോ അതിൽ ഓൺലൈനിലൊന്നും ഇത് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഹ്യൂമൻ ബോഡിയിൽ ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് വേണം. അതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊരു 5 വർഷമോ അല്ലെങ്കിൽ അതിനേക്കാളുള്ള പഠന കാലയളവ് വേണം എന്ന് തന്നെയാണ് ഇത്തരം കാലമുള്ള എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഇത് പറയുന്നത്. എന്നാൽ 1 വർഷം പഠിക്കുന്നത് മോശമാണെന്നും പറയാൻ കഴിയില്ല. 1 വർഷം പഠിച്ചാലും അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ വരും കാലങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാലയളവുള്ള കോഴ്സുകൾ ഗവൺമെൻറ് അനുവദിച്ച് കിട്ടണം. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. സർ, മറ്റൊരു ചോദ്യം, അക്യുപങ്ചറിൽ വ്യത്യസ്ത രീതികളുണ്ടോ? ഇപ്പോൾ കേൾക്കാൻ ഇടയായതാണ് സിംഗിൾ നീഡിൽ അക്യുപങ്ചർ, മൾട്ടി നീഡിൽ അക്യുപങ്ചർ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻസ് കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചൈനീസ് അക്യുപങ്ചറിൻ്റെ യഥാർത്ഥ രീതി എങ്ങനെയാണ്? മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കലാണത്. യഥാർത്ഥത്തിൽ അക്യുപങ്ചർ എന്നാൽ ചൈനീസ് വൈദ്യശാസ്ത്രമാണ്. അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതല്ലേ. അത് പിന്നെ ഇന്ത്യയുടെ വൈദ്യശാസ്ത്രം നമുക്കറിയാം. ഇന്ത്യയുടെ ലോകോത്തര വൈദ്യശാസ്ത്രമാണ് സിദ്ധവൈദ്യവും ആയുർവേദമൊക്കെ. അതുപോലെ തന്നെ അക്യുപഞ്ചർ എന്നുള്ളത് ചൈനീസ് വൈദ്യശാസ്ത്രമാണ്. അപ്പോൾ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഈ വൈദ്യശാസ്ത്രത്തിന് ഇപ്പോൾ ഒരു കോമൺ നെയിം ഉണ്ട്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, TCM. അപ്പോൾ ഈ TCM ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അക്യുപങ്ചർ. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിൽ നീഡിൽ കൊണ്ടുള്ള ചികിത്സയാണിത്. ശരീരത്തിൻ്റെ മർമ്മഭാഗങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട നല്ല നീഡിൽ ഇറക്കി കുത്തിക്കൊണ്ടുള്ള ചികിത്സയും സ്റ്റിമുലേഷൻ രീതിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് സിംഗിൾ നീഡിൽ അക്യുപങ്ചർ അഥവാ ക്ലാസിക്കൽ അക്യുപങ്ചർ, മൾട്ടി നീഡിൽ അക്യുപങ്ചർ, ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹമില്ലാത്തവർ പറയുന്നതാണ്. ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം
തൻ്റെ മുന്നിൽ എത്തുന്ന രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഡയഗ്നോസിങ് വേണം, ട്രീറ്റ്മെൻറ്റ് വേണം, അഡ്വൈസ് വേണം, അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് വേണം. ഇങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോൾ അതിനുണ്ട്. അത് ഒരു പൊതു തത്വമാണ്. എന്താണ്? തൻ്റെ മുന്നിലെത്തുന്ന രോഗിക്ക് കൃത്യമായി ചികിത്സ കൊടുക്കുക എന്നുള്ളത്. അക്യുപഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം നീഡിൽ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര നീഡിൽ വെക്കണം? 1 നീഡിൽ വെക്കാം, 2 നീഡിൽ വെക്കാം, 10 നീഡിൽ വെക്കാം. ഒരു ദിവസം തന്നെ ആദ്യം 5 നീഡിൽ വെച്ചിട്ട് അത് എടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വേറെ 5 നീഡിൽ വെക്കാം. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ചികിത്സകൻ നിർണ്ണയിക്കുന്നത് നീഡിലിൻ്റെ എണ്ണത്തിലല്ല, തൻ്റെ മുന്നിലെത്തുന്ന രോഗിക്ക് എത്രയും പെട്ടെന്ന് അസുഖം മാറി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അതിനുള്ള നീഡിലിൻ്റെ എണ്ണം ആ ചികിത്സകനാണ് നിർണ്ണയിക്കുന്നത്. അതല്ല 1 നീഡിൽ ചെയ്യുന്നത് ശരിയും 2 നീഡിൽ ചെയ്യുന്നത് തെറ്റുമെന്നുള്ള വാദം ഇന്ന് വരെ ഞാൻ കണ്ടെടുത്തോളം, പഠിച്ചെടുത്തോളം, എൻ്റെ അന്വേഷണത്തിൽ ഇന്ന് വരെ ലോകത്ത് ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഒരൊറ്റ വൈദ്യശാസ്ത്രങ്ങളിലും 1 നീഡിൽ ചെയ്യുന്നത് ശരിയും 2ാമത്തെ നീഡിൽ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള വാദം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവും, എൻ്റെ പരിചയവും, എൻ്റെ അന്വേഷണവും. ഇനി എത്ര നീഡിൽ വെക്കണം, എത്ര നീഡിൽ വെക്കുന്നത് ശരി, അത് ഡിപ്പെൻഡ് ആണ്. അത് രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ച്, ആ രോഗത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇതിൽ ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. അത് മോക്സിപ്പേഷൻ ഉണ്ട്, കപ്പിംഗ് തെറാപ്പി ഉണ്ട്, മസാജ് ഉണ്ട്, പാക്കുകളുണ്ട്, ധാരാളം ചികിത്സാ രീതികൾ അക്യുപഞ്ചറിൽ TCMൻ്റെ ഭാഗമായിട്ടുണ്ട്. വ്യായാമ രീതികളുണ്ട്, ഡയറ്റ് ഉണ്ട്. ഇതെല്ലാം ചികിത്സകൻ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് രൂപപ്പെടുത്തണം. അതല്ലാതെ ഇത്ര നീഡിൽ വെക്കുന്നത് ശരിയാണെന്നും ഇത്ര നീഡിൽ വെക്കുന്നത് തെറ്റാണെന്നും വിവരക്കുറവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവരൊന്നുകൂടി പഠിക്കണം എന്നുള്ളൊരു ഉപദേശമാണ് എനിക്കുള്ളത്. ഇന്ന് വരെ ഒരു ഗ്രന്ഥത്തിലും ഇത്ര നീഡിൽ വെക്കുന്ന ആണ് ശരി, ഇത്ര നീഡിൽ തെറ്റാണെന്നുള്ള അക്യുപഞ്ചറിൻ്റെ ഒരു ടെക്സ്റ്റിലും ഇതുവരെ ഇല്ല. ആർക്കും കാണിച്ചു തരാൻ സാധ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അറിവിൽ തന്നെ 15ഉം 20ഉം വർഷങ്ങളോളം ഷുഗർ എന്ന് പറയുന്ന രോഗം, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ് വന്നതിന് ശേഷം ഒക്കെ ഉള്ള ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്. എക്സ്പെഷ്യലി ഡയബറ്റീസ് മാത്രം നോക്കുകയാണെങ്കിൽ ഇൻസുലിൻ ചെയ്യുന്ന പേഷ്യൻസ്, അവർക്ക് ടാബ്ലറ്റ്സും ഉണ്ടാവും, ഇൻസുലിനും ഉണ്ടാവും. ഇത്തരം കേസുകളുള്ള പേഷ്യൻസ് ഒരുപാട് കാലം മരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മാറി ചിന്തിക്കും ഒരു ബദൽ ചികിത്സാ രീതി. അങ്ങനെ അക്യുപഞ്ചറിലേക്ക് വരുന്ന രോഗികളിൽ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒരു ദിവസം കൊണ്ട് നിർത്തിയിട്ട് അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നതിൻ്റെ അനന്തരഫലമായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ 1ലേറെ കേസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് ശരിയാണോ? അങ്ങനെ മരുന്ന് ഒറ്റയടിക്ക് നിർത്താൻ പാടുണ്ടോ? എന്താണ് അതിൻ്റെ അഭിപ്രായം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തത്വമുണ്ട്. ആ തത്വം എന്തെന്നാൽ അത് ഏത് ചികിത്സാ രീതിയാണെങ്കിൽ തൻ്റെ മുന്നിലെത്തുന്ന രോഗിക്ക് രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കണമെന്നാണ്. അത് ഇന്ന ചികിത്സ കൊണ്ട് കിട്ടണം, ഇന്ന ചികിത്സ കൊണ്ട് കിട്ടാൻ പാടില്ല എന്നൊരു വാശിയൊന്നും വേണ്ട, ഉണ്ടാവാൻ പാടില്ലത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് കേസ് കൈയും കാലൊക്കെ മുറിഞ്ഞു പോയി. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറോ ഒരു അക്യുപഞ്ചർ തെറാപ്പിസ്റ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ക്ലിനിക്കിലേക്ക് വാ, ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് ബുദ്ധിശൂന്യമാണ്. അത് നിയമപരമായി തെറ്റാണ്. അത് അവിടെ ചെയ്യേണ്ടത് അവിടെ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഏറ്റവും സൗകര്യമുള്ള ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തി അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഏതെങ്കിലും അവയവം, ഏതെങ്കിലും ശരീരത്തിന് പരിക്ക് പറ്റി രക്തം വാർന്ന് ഒഴിയുന്ന ഒരു ലിമിറ്റിലധികം രക്തം വാർന്ന് പോകും. ചില വെയിനുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പല്ലേ. ആ രക്തം വാർന്ന് ഒഴുകുന്നതിൻ്റെ കാരണമായിട്ട് മരണം സംഭവിക്കും. അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു പൊതു മനുഷ്യത്തിൻ്റെ മാനുഷികമായി കൊടുക്കേണ്ട ഒരു കടമയാണ്. അത് ചികിത്സകനാവുമ്പോൾ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ജീവൻ്റെ കാര്യത്തിൽ വേണം. അപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഏതൊരു പേഷ്യൻറ്റിനെയും ഏറ്റവും സൗകര്യമുള്ള ചികിത്സാലയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പൊതുധർമ്മമാണ്, മനുഷ്യൻ്റെ ധർമ്മമാണ്, ചികിത്സകനെ പ്രത്യേകമായി പാലിക്കേണ്ട ധർമ്മമാണ്. അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നത്? അതും കൂടി പറയണം. ഉദാഹരണത്തിന് ഒരു പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം, ഒരു തൈറോയിഡ്, കൊളസ്ട്രോൾ, ഇത്തരം രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ എന്താണ്? ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ, ഒരു കൃത്യമായ ചികിത്സാ രീതിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അല്ലെങ്കിൽ അതിന് ബദൽ ഒരു രീതി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. എന്നാൽ അതിനൊരു പരിഹാരം അക്യുപഞ്ചറിൽ പോലുള്ള
ട്രഡീഷണൽ വൈദ്യശാസ്ത്രത്തിൽ കൃത്യമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ രോഗത്തിനല്ല, രോഗിക്ക് ചികിത്സ കൊടുത്താൽ മാറും. രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥകളെ കൃത്യമായി കൊണ്ടു നടന്നാൽ എല്ലാ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരാൾ ഒരു ധാരാളം കാലഘട്ടങ്ങൾ 20 കൊല്ലോ 30 വർഷമോ സ്ഥിരമായിട്ട് ഈ ഒരു ഹൃദ്രോഗത്തിനോ അല്ലെങ്കിൽ കിഡ്നി രോഗത്തിനോ അല്ലെങ്കിൽ ഡയബറ്റിക്കിനോ മരുന്ന് കഴിക്കുന്ന രോഗിക്ക് ഒറ്റയടിക്ക് മരുന്ന് നിർത്തുക എന്നുള്ളത് വൈദ്യധർമ്മമല്ല. ആ രോഗിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിവ് വേണം. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഈ രോഗിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രോഗിക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കുക, രോഗിയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കി ശരീരത്തിൻ്റെ സിസ്റ്റങ്ങളെ കൃത്യമാക്കി കൊണ്ടുവരിക ചെയ്താൽ മാത്രമേ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അങ്ങനെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. പതിയെ പതിയെ പിന്നെ മരുന്ന് പെട്ടെന്ന് ഒഴിവാക്കുന്ന സമയത്ത് വിഡ്രോവൽ സിൻഡ്രം, ഒരുപാട് ധാരാളം പ്രയാസങ്ങൾ ഞാനും അത് കേട്ടിട്ടുണ്ട് ചില ആളുകൾ എന്നൊക്കെ. അത് തീർത്തും തെറ്റാണ്. അത് അക്യുപഞ്ചറിസ്റ്റ് ചെയ്താൽ മാത്രമല്ല, ഏത് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ആൾ, ഇപ്പോൾ ചില ഡോക്ടർമാർ പറയും, പേഷ്യൻസ് പറയാറുണ്ട്, ഇന്ന ഡോക്ടർ പറഞ്ഞു ഇത് കഴിക്കാൻ, അടുത്ത ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത് കഴിക്കുന്നത്, ഇത് കഴിച്ചത് കൊണ്ടല്ലേ നിങ്ങളെ കിഡ്നി പോയത്, ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാവും. അത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും, ഒരു വൈദ്യശാസ്ത്രത്തിന് പല കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇത് ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമാണ്. ഇതൊന്നും അക്യുപഞ്ചറിൻ്റെ പേരിൽ കെട്ടിച്ചമക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഓരോ വ്യക്തിപരമായിട്ട് അറിവ് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ദുരുദ്ദേശപരമോ ആയിരിക്കാം. അത് ആ പെർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയും അത് കൃത്യമായി ബോധം നൽകുകയും നിയമപരമായി ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.